ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. ഇന്ന് രാവിലെ 9:42 വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം നടന്നു വരികയാണോ? പ്രശസ്ത ചരിത്രകാരനും ചരിത്ര അധ്യാപകനുമായിരുന്ന MGS നാരായണൻ ഇന്ന് രാവിലെ 9:42 കൂടി മലപ്പുറമിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടാകുന്നത്. നിരവധി അസുഖങ്ങളാൽ അദ്ദേഹം പലതവണ ആശുപത്രിയിലായിരുന്നു. അതേസമയം മലപ്പുറമിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യമുണ്ടായത്. ഇന്ത്യൻ ചരിത്ര രംഗത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ നേതാക്കൾ അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭനായ ചരിത്ര രചനയെ തന്നെ മാറ്റിമറിച്ച അപൂർവം ചില ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യ ചരിത്രത്തിലെ ആറത്തിൽ ചരിത്ര കൌൺസിലിന്റെ അധ്യക്ഷ സ്ഥാനത്തിലും മറ്റുമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാധ്യമം മീഡിയ ഗ്രൂപ്പ് എഡിറ്റർ അബ്ദുറഹ്മാൻ സാഹിബ് എത്തിയിട്ടുണ്ട്. MGS നമ്മൾ എങ്ങനെ ഓർമ്മിക്കുന്നത്? MGSനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രകാരൻ, ആ കാര്യത്തിൽ ഗവേഷണം വളരെയേറെ മുന്നോട്ട് പോയ ഒരു ചരിത്ര അധ്യാപകൻ എന്നീ നിലയിൽ മാത്രമല്ല, സാമൂഹ്യ കാര്യങ്ങളിലും അതുപോലെ സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളിലുമൊക്കെ വളരെ ശക്തവും വ്യക്തവുമായ അഭിപ്രായ പ്രകടനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹവുമായി പല കാര്യങ്ങളിലും ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. അപ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് വരാം, എങ്കിലും ഉറച്ച നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ സാമൂഹിക കാര്യങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നഗരത്തെ വെള്ളിമാട് കുന്നുമില്ല ആ റോഡ് അതിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു അസാധാരണമായ നേതൃത്വമാണ് അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിന്റെ സ്വപ്നം എപ്പോഴും സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിലും ഏറെക്കുറെ അവസാന നിമിഷം വരെ അദ്ദേഹം അതോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് അംഗീകരിക്കുക തന്നെ വേണം. നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കാണാനായി വന്നു ചേർന്നിരുന്നു. മന്ത്രി AK ശശീന്ദ്രൻ വന്നിരുന്നു, MK മുനീർ MLA തുടങ്ങിയ ആൾക്കാരൊക്കെ വന്നിരുന്നു. ഇപ്പോൾ MR രാഘവ ഒരു നിമിഷം കൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷൻ കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ നിര്യാണം അറിഞ്ഞുകൊണ്ട് നിരവധി ആൾക്കാരാണ്, ചരിത്രകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക മേഖലയിലുള്ള ആൾക്കാരും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളും എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരും അദ്ദേഹത്തിന് അന്ത്യമായി അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ VM സുധീരൻ അദ്ദേഹത്തിന്റെ ഇവിടെ വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രി AK ശശീന്ദ്രൻ വന്നു, MK മുനീർ MLA, തോട്ടത്തിൽ രാജേന്ദ്രൻ MLA തുടങ്ങിയ ആൾക്കാരും അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാരും ഒക്കെ. അദ്ദേഹം ഒരു വലിയ ഉയർന്ന രീതിയിലുള്ള ചരിത്രകാരനായിരുന്നു. എന്നോടൊപ്പം തന്നെ സാമൂഹിക മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി പ്രമുഖർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് എത്തുകയാണ്. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ അബ്ദുറഹ്മാൻ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയോട് ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് രംഗത്തെത്തിയത്.